ഐക്യത്തഷ്ടമി നാളിൽ ഞാനൊരു ചക്കരകളെ ഞാൻ ആച്ചിമിയുടെ വീട്ടിൽ പോവുക. എൻ്റെ ഫ്രണ്ട് ജാസ്മിയുടെ വീട്ടിൽ. നിങ്ങൾ വരുന്ന ഐക്യത്തപ്പൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. രാത്രി അങ്ങ് തിരിച്ചു പോരാന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. പിന്നെ അത് വിടുവാന്നറിയത്തില്ല, എങ്കിലും പോകാൻ ഇങ്ങോട്ട് പോരും. കാരണം നാളെയൊക്കെ എനിക്കിവിടെ നന്നായിട്ട് ഓർഡറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പണികളുണ്ട്. തിരിച്ചു പോകണമെന്ന് ഉദ്ദേശിച്ചാണ് പോകുന്നത്. അവൾ വിടുവാന്നറിയത്തില്ല. കുറേ നാളെന്ന് പോകുന്നേ. പിന്നെ എന്തുണ്ട് ശേഷം ചക്കരകളെ? എല്ലാവരും എന്നെ എടുക്കുന്നു. എൻ്റെ ഔട്ട്ഫിറ്റ് കൊള്ളാവും. ഞാൻ പറഞ്ഞ് തയ്പ്പിച്ച ഒരു ചുരിദാറായിരുന്നു. കൊള്ളാവാ. ഇത് തയ്ച്ചത് പാരീസ്. എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകും. എനിക്ക് വേഗം തയ്ച്ചിരുന്നത് എവിടെ ഇത് പാരീസിൽ കുറേ നാൾ കൊടുത്തിട്ട് 15 ദിവസമെങ്കിലും വേണം അവിടെ തയ്ച്ച് കിട്ടാൻ. ഞാൻ സെപ്പറേറ്റ് എടുത്തൊരു ഷാളാണ്. ഇഷ്ടപ്പെട്ട മോഡലാണ്. നിങ്ങളുടെ മോഡൽ ഞാനാണ്. പിന്നെന്ത് പറയാനാണ്? നെയ്ച്ചോറും മട്ടൻ കറിയും പപ്പടവും പരിപ്പും ഒക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുക. ചക്കരകൾ ഐക്യത്തപ്പനെ കണ്ട് തൊഴുതിട്ട് ഭക്ഷണവും കഴിച്ച് രാത്രി പോരാമെന്ന് വിചാരിച്ച് പോവുകയാണ്. നിങ്ങളോടും ഞാൻ യാത്ര പറയുകയാണ്. പോയിട്ട് വരട്ടെ ചക്കരകളെ. സാരിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ എൻ്റെ സ്വഭാവം ചിലപ്പോൾ മാറി അവൾ മറ്റേ ഭദ്രകാളിയായ ഞാൻ സാരി എടുത്തുകൊണ്ട് അവിടെ പോകും. ഈ വീഡിയോ അവൾ കാണാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പോട്ടെ ചക്കരകൾ. പക്ഷേ എന്നാൽ എനിക്ക് കുറേ ജോലികളുണ്ട് ഇവിടെ. കുറേ പരിപാടിയുണ്ട് തിരിച്ച് വന്നിട്ട്. അരിയാനൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഇപ്പോൾ കുറേ ഒരു ദിവസം 1-2 ദിവസമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഫോണ് ഫാൾട്ടായി പോയി ഞാൻ അങ്ങോട്ട് ഇട്ട് പോകുമ്പോൾ ഞാൻ ഇവരെ നേപ്പിച്ചിട്ട് പോകും. അപ്പോഴാണ് മോശമായി പോകുന്നത്. പിന്നെ മോശമായിട്ട് ഇതുവരെ പോയിട്ടില്ല. ഞാൻ വെക്കുന്ന ഊണെല്ലാം അടിപൊളിയായിരിക്കും. അപ്പോൾ എനിക്ക് നാളെയൊക്കെ ഓർഡറുണ്ട്, നല്ല ഓർഡറുണ്ട്. അപ്പം ഇന്നൊക്കെ എനിക്ക് സമയമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചക്കരകളെ എനിക്ക് തിരിച്ചു വരണം വേഗം. മനസ്സിവിടെയാണ്. എന്നിട്ട് ഞാൻ പോയേ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട് പോവുകയാണ്. പിന്നെന്താ പറയേണ്ടത്? നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് 10 രൂപ കയ്യിൽ കിട്ടുന്ന സുഖമൊന്നും വേറെയല്ല ചക്കരകളെ. ആ സുഖമൊന്നും അനുഭവിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആരോടും കണക്ക് പറയേണ്ട, ചിലവാക്കുമ്പോൾ ആരുടെയും മുഞ്ഞിയും മുഖവും ഒന്നും കാണണ്ട. അയ്യോ, നമ്മൾ 10 രൂപ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തും നടക്കും. നമ്മളിങ്ങനെ ഇതിനകത്തുള്ള മെയിൻ ഇപ്പോൾ എന്നെ കേൾക്കുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്കൊരു പ്രചോദനം കിട്ടാൻ വേണ്ടി പറയുകയാണ്. നമ്മളൊരു എന്താണെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു വരുമാനം വരുമ്പോൾ നമുക്ക് ജീവിക്കണമെന്ന് തോന്നും. നമുക്കൊരു പ്രത്യാശ തോന്നും. നമ്മൾ എന്തിനോ ഒക്കെ വേണ്ടി ജീവിക്കുന്ന പോലെ തോന്നും. നമുക്ക് ജീവിക്കണം എന്ന് തോന്നും. അതാണ് മെയിൻ. എന്തെങ്കിലും ഒരു കാരണമുണ്ട് ജീവിക്കാൻ. ഇപ്പോൾ നാളെ ഞാൻ ബിസിയാകുകയാണ്. ഇപ്പോൾ ബിസിയാണ്, എനിക്ക് നിൽക്കാൻ സമയമില്ല. മുമ്പാണെങ്കിൽ എവിടെയെങ്കിലും ചെന്നാൽ അവിടെ കിടന്നാൽ മതി, ഒരു പണിയില്ല ചെയ്യാൻ. ഇപ്പം അങ്ങനെയല്ല. ഞാൻ ഭയങ്കര ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫാണ്, തിരക്കിട്ടൊരു ലൈഫ്. ഇപ്പോൾ ഓരോരുത്തർ എന്നെ പരസ്യത്തിനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഈ സ്ക്രീനിൻ്റെയൊക്കെ കുറേ പരസ്യങ്ങൾ വരുന്നുണ്ട് ചക്കകളെ. ഞാനതൊന്നും എടുക്കാഞ്ഞിട്ടാണ്. ഞാൻ എന്തെങ്കിലും കാണിച്ചാൽ നിങ്ങൾ അതേപോലെ എടുത്തിട്ട് ഉപയോഗിക്കുന്നുള്ള പേടിച്ചിട്ട് കുറച്ച് പൈസ കിട്ടുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞാൽ അതൊന്നും ഇടാത്തത്. ഇപ്പോൾ ഒരു നല്ല നല്ല പരസ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഞാൻ ഇനി അത് ചെയ്യാൻ തുടങ്ങാമെന്ന് ഓർക്കും. അതിനൊന്നും ഇപ്പോൾ ഇത് കാരണം എനിക്ക് അതിനൊരു എന്നെ അത് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ പഴയ പോലെ നമ്മൾ വെറുതെ ഇരിക്കുമല്ല. നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഭയങ്കര ബിസിയായി പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ വീഡിയോ ഇടാനും താമസിച്ചു. എല്ലാം ചെയ്ത് വന്നു കഴിയുമ്പോൾ ഒരുപാട് സാധനം അയക്കാനുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തൊക്കെ ലോക്കറ്റ് അയക്കണം, മാല അയക്കണം, ചെറിയ ചെറിയ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുന്ന ഗ്രൂപ്പുണ്ട് എനിക്ക്. അതിനകത്ത് അതൊക്കെ ഞാൻ നിങ്ങളെ എൻ്റെ വാട്സപ്പിലുള്ളവർക്ക് അത് മനസ്സിലാവുമേ. അപ്പോൾ കുറേ അങ്ങനത്തെയൊക്കെ ഓരോന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ തന്നെ രാവിലെ ഓഫീസിൽ പോകണം, അയക്കണം. അതിനൊക്കെ നമ്മളൊരു സ്റ്റാഫിനെ വെച്ച് നമുക്ക് അത്രയും പൈസ പോകുന്നുണ്ട്. അതുകൂടെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോകണം, അത് അയക്കണം, പല പല കാര്യങ്ങൾ. പിന്നെ അത് എന്തെങ്കിലും തീർന്നിട്ടുള്ളത് മേടിച്ച് കറക്റ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ഒത്തിരി ജോലി. ഇതൊക്കെ നിങ്ങളും ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. പ്രോത്സാഹിപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതിൽ നിന്ന് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ വരുമാനത്തിലേക്ക് വരും. അപ്പോൾ നമുക്ക് നാളെ ലോൺ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വീട് വേണേൽ വീട് വാങ്ങാം, കാറ് വേണേൽ കാറ് വാങ്ങാം, സ്വർണ്ണം വാങ്ങണമെങ്കിൽ സ്വർണ്ണം വാങ്ങാം. നമുക്ക് നല്ല നല്ല വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് ചെറുതായിട്ട് നമുക്ക് കടന്നു ചെല്ലാം. മുമ്പൊന്നും ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനെ ആയത്. ഇത്രയൊന്നും എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ വന്നതുകൊണ്ടുകൂടി ആയിരിക്കാം. പിന്നെ എല്ലാവരുടെയും സ്നേഹം, സഹകരണം, സപ്പോർട്ട്, പിന്നെ എല്ലാവരോടും ഞാൻ നല്ലപോലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നടന്ന് എനിക്ക് തോന്നുന്നത്
എന്തായാലും നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളും അങ്ങനെ ആകണം. എല്ലാവരും ഒരാൾ കഴിയുന്നത്. ഇപ്പോൾ ഒത്തിരി പേര് ഓരോരോ വർക്കുകൾ ചെയ്യുന്നുണ്ട്, എന്നെ വിളിച്ച് പറയുന്നുണ്ട്, അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷം. എല്ലാവരും ചെയ്തതിന് ഞാൻ പ്രോത്സാഹനം ചെയ്യത്തേ ഉള്ളൂ. എല്ലാവർക്കും എന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. നിങ്ങളും അങ്ങനെ ആകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കണ്ട ഫുൾ ടൈം ബിസിയാണ്, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. എന്ന് വെച്ചാൽ നിങ്ങളെൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരിക്കലും എന്നെ ഇട്ടിട്ട് നിങ്ങൾ പോകരുത്. അത് നിങ്ങളെന്നെ നോക്കണമെന്ന് തന്നെ ഒരിക്കൽ കൂടി പറയുകയാണ്. നിങ്ങളതുപോലെ എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, മുമ്പ് പറയത്തേ ഇല്ലായിരുന്നു കേട്ടോ ചക്കരകളെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. അപ്പോൾ എൻ്റെ മുന്നിലും അങ്ങനത്തെ വീഡിയോകളൊക്കെ കുറഞ്ഞ ഇതൊക്കെ കണ്ടാൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങി സ്റ്റാർട്ടിങ്ങിലൊക്കെ നിൽക്കുന്നവരെ കണ്ട അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും. കാരണം അവർ മുന്നോട്ട് പോകട്ടെ നോക്കും. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി മനസ്സ് സെറ്റ് ചെയ്ത് വെക്കണം. ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ പോലും ഇന്ന് ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടോ, വിഷമിച്ചിട്ടുണ്ടോ, നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായു എന്ന് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ധന്യമായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പോയിട്ട് വന്നേക്കണേ.